Today we are doing pack and play but ഈ ഫുട്ബോൾ എഡിഷൻ. നമ്മുടെ കയ്യിൽ കുറെ അധികം പാക്സ് ഉണ്ട്. ആ പാക്സ് ഒക്കെ തുറന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്ലേയേഴ്സിനെ മാത്രം വെച്ച് നമ്മൾ ഒരു ന്യൂ സ്ക്വാഡ് ബിൽഡ് ചെയ്യുന്നു, ഒരു മാച്ച് കളിക്കുന്നു. ആൻഡ് എങ്ങാനും ഞാൻ തോറ്റ ഇന്ന് പാക്ക് ചെയ്ത ബെസ്റ്റ് പ്ലെയറെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടി വരും. എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? ബിഫോർ വി സ്റ്റാർട്ട്, ലാസ്റ്റ് 2 വീഡിയോയിലെ വിന്നേഴ്സിനെ നമുക്ക് സെലക്ട് ചെയ്യട്ടോ. 250 രൂപയ്ക്ക് വേണ്ടിയിട്ട് 2000 കമന്റ് എന്തൊക്കെ ഇട്ടാണ്. ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് 1782 കമന്റ്സ്. പിക്ക് എ വിന്നർ ആൻഡ് SKDG ബ്രദേഴ്സ്. ഇയാളാണ് മറ്റേ ഈ ഫുട്ബോൾ വീഡിയോയിലെ വിന്നർ. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക, ഇല്ലെങ്കിൽ ഞാനത് ഇന്റെ ചാരിറ്റിക്ക് തന്നെ ഡൊണേറ്റ് ചെയ്യും, പറഞ്ഞുതരാം. സെക്കൻഡ് വീഡിയോയില് 612 കമന്റ്. അതില് ക്രിസ് EFX. എന്റെ ഇൻസ്റ്റഗ്രാമിക്ക് ഒരു ഹായ് ഇട്ടാ മതി കിട്ടിയ ആള്. ഓക്കെ, we have 62 contracts. I am a contractor now. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഓക്കെ, ഈ ഒരു ട്രഷർ ലിങ്ക് എന്ന് പറഞ്ഞ സാധനം I did it. I completed it. ഞാൻ അന്തല്ലാതെ ചെയ്തതുകൊണ്ടാ തോന്നുന്നു 62 പാക്കിൽ ഒതുങ്ങിയത്. ചില ആൾക്കാർക്ക് ഇതേപോലെ ഇവിടെയൊക്കെ കിട്ടിയാണ് ഫുള്ള് പാക്ക് മാത്രം ഉള്ളത്. സത്യ ബീൻ കുക്ക്ഡ്. 607 കോയിനുണ്ട്. എല്ലാം കൂടെ വൈപ്പ് ഔട്ട് ചെയ്യാണ് മാക്സിമം. എല്ലാം തുറക്കും, ഒരു വിട്ടുവീഴ്ചയില്ല, മൊത്തം തുറന്ന് തീർക്കും. നമുക്ക് ഒരിക്കലും കിട്ടൂല എന്ന് ഉറപ്പുള്ള സാധനം തന്നെ തുറക്കാം. റൗൾ എപ്പിക്. ഇത് എപ്പിക്കൊന്നല്ലല്ലോ. ഓക്കെ, ഇതേതോ സെൻട്രൽ നമ്മളെ കയ്യിൽ കുറച്ച് നോമിനേറ്റിംഗ് കോൺട്രാക്ട്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ എക്സ്പയർ ആയി തോന്നുന്നുണ്ടോ? ഇന്ത്യക്ക് ഉണ്ടേനോ, ഇതിലുണ്ടേനോ സത്യമായിട്ടും? ഇപ്പൊ ഒക്കെ 0 ആയിട്ടുണ്ട്. എനിവേ, നമുക്ക് സമയം കളയാനില്ല. 60 പാക്ക് ഉണ്ട്. ഓക്കെ, 60 എണ്ണം. നമുക്ക് ആദ്യം ഒക്കെ 10 എണ്ണം വെച്ച് തുറക്കണല്ലേ എളുപ്പം. ഒന്ന് തുറന്ന് ഗൈസ്, ഫസ്റ്റ് പാക്ക്. കം ഓൺ. എപ്പിക്കാണോ അല്ലേന്ന് എങ്ങനെ ഇതില് തിരിച്ചറിയാം? മറ്റേ സ്റ്റേഡിയത്തിന് ചുറ്റൊന്നും തിരിയുന്നില്ലല്ലോ. എങ്ങനെ ഇപ്പൊ മനസ്സിലാക്കുക? ബിസോബ നമ്മളെ സ്ക്വാഡിക്ക് ഇടാൻ ഒരു പ്ലെയർ ആയിട്ടോ. നൈസ്. അടുത്തത് കമോൺ. എടത് ഇത് മനസ്സിലാവൂലല്ലേ. ഇറ്റ് ഈസ് നോട്ട് ലുക്കിംഗ് ഗുഡ്. ഇതിൽ എത്ര 250 പ്ലേയേഴ്സില് എത്ര നല്ലതുണ്ട്? 1 2 3 4 5. നമുക്കൊരു മാങ്ങ. ഓ മൈ ഗോഡ്, ഇതെന്തോ സ്പെഷ്യൽ ആനിമേഷൻ ആണ്. സ്പെഷ്യൽ ആനിമേഷൻ. ഗൈസ് രണ്ട് എപ്പിക്കാണോ ഇത്? I cooked. ഗൈസ്, 2 ഇങ്ങനെ കിട്ടുവോ അതോ ഞാൻ സ്പെഷ്യൽ ആണോ? Am I special? എടാ 2 പാർക്ക് ജീസുൻ യുണൈറ്റഡ് ഐക്കോൺ. ഗൈസ് എടാ നിങ്ങളിത് ഗൈസ്, ഇതെന്തത്? ഇത് ശരിക്കും എല്ലാവർക്കും കിട്ടുവോ അതോ എനിക്ക് എന്താണ് നടക്കണ്ടേ? എടാ റൗളിന് ഇത് എല്ലാവർക്കും കിട്ടുന്നതാണോ അത് എനിക്ക് പ്രത്യേകിച്ച് കിട്ടണം? എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. അടുപ്പിച്ച് 3 എണ്ണം. ഓക്കെ, തീർന്നു. നമ്മളെ ലക്ക് തീർന്നു. ബട്ട് സ്റ്റിൽ നമ്മളെ സ്ക്വാഡിക്ക് ഇടാനുള്ള 4-5 പ്ലേയേഴ്സ് ഓൾറെഡി ആയി. ദിസ് ഈസ് ദ ഓ മൈ ഗോഡ്. ഇനി ഇതാരാ?
ഇതാരുമല്ല. ഞാൻ ഇവന്റെ പൂത്തിരി കണ്ടപ്പോ ഇവൻ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ട് വിചാരിച്ചു. ടോട്ടനത്തിന്റെ പ്ലെയർ ആണ്, അതാണ് അവന്റെ സ്പെഷ്യാലിറ്റി. But guys, I cooked. Okay? I cooked. ട്രഷർ ലിങ്കിലെ ബെസ്റ്റിലെ ആരൊക്കെ നമുക്ക് കിട്ടി? 3 സാധനം കിട്ടി. ഈ ബരേസിനെ മാത്രം കിട്ടാത്തത്. നിങ്ങൾ ഇത് കാണുക. ഞാനും കൊണാമയും ആ ബന്ധം ഇപ്പോഴാണ് അത് ശരിക്കും നിങ്ങൾ കാണുന്നത് കേട്ടോ. അവിഹിതം ഓൾവേസ് വർക്ക് മാൻ. ഗൈസ്, ഐ ആം സ്റ്റിൽ ഷോക്ക്ഡ്. ഇനി ഇവിടെ എന്തൊക്കെ ഉള്ളത്? ഓവർ ദ ടോപ്പ് എപ്പിക്കും ഷോർട്ട് ടൈം ഉള്ള ഒന്നുണ്ട്. ഓ, ആ ജാവുനവസൊക്കെ അടിപൊളിയാവൂലേ? വേൾഡ് പ്ലെയർ ഓഫ് ദ വീക്ക് ഉണ്ട്. പിന്നെ ഇറ്റലി എപ്പിക്കും ഉണ്ട്. ഇറ്റലിയിൽ എത്ര ആൾക്കാരുണ്ട്? 150. ഐ മീൻ, നമുക്കിനി അറ്റാക്കേഴ്സിന് ആവശ്യമില്ല ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട്. എന്നോട് സസിയാബിനെ ഇവരെ തുറക്കാനാ പറഞ്ഞത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. വാൻ ബാസ്റ്റൻ, റൈക്കാർഡ്, ലൗതാറോ. ഓക്കെ, ഐ മീൻ നമ്മൾ അടുത്തൊരു വർഷത്തിനുള്ള ലക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കിട്ടാൻ ചാൻസ് ഇല്ല. ഓക്കെ, എന്നാ ഫസ്റ്റ് വൺ നോ. എന്നോട് തുറക്കാൻ പറഞ്ഞതാട്ടോ. ഒന്ന് നമ്മള് മറ്റേ പ്ലെയർ ഓഫ് ദ വീക്ക് തുറക്കാം. ഇതിങ്ങനെ തുറന്നാ കിട്ടൂല എന്നൊക്കെ എനിക്കറിയാം. കാരണം ആ 10 പ്ലേയേഴ്സിനെ വെച്ച് തുറക്കുന്നതാണ് കിട്ടാൻ കൂടുതൽ ചാൻസ് എന്നൊക്കെയാണ് ഞാൻ കേൾക്കാറുള്ളത്. അബ്സല്യൂട്ട്ലി നത്തിങ്. ഇനി 2 എണ്ണം കൂടെ ഉണ്ട്. കൊണാമി അന്റെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചരാ. ഒറ്റൊരാളെ കൂടെ നിങ്ങൾ എന്തൊക്കെയോ കാണിക്കലില്ലേ? ഇങ്ങനെ പ്ലെയർ എടുക്കുക, എന്തൊക്കെയോ കാണിക്കലില്ലേ? ഓനെടുക്കുക, ബെനെടുക്കുക, ബാക്ക് അടിക്കുക. നമുക്ക് ബാക്ക് അടിച്ചിട്ട് ഈ ഒരു സാധനം ഒന്ന് തുറക്കാം. ഓക്കെ, ഇതിലെ ഏറ്റവും ബെസ്റ്റ് നമുക്ക് കിട്ടും. ഇത് തുറക്കേണ്ട ആവശ്യം. അവന്റെ പേര് പോലും എനിക്കറിയില്ല. കണാപ്പൻ. Guys, it's over. The pack opening is done, man. ഊമ്പി. നമ്മളെ നേരെ ഇവിടുന്ന് ഒറ്റടി കടിക്കണിട്ട്. But still, man, still a W. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ എനിക്ക് ഓരോ 3 എണ്ണൊക്കെ കിട്ടുന്ന. ഇനിയിപ്പോ എന്താ, ഇപ്പൊ കിട്ടിയ പ്ലേയേഴ്സിനെ മാത്രം വെച്ചിട്ട് നമുക്കൊരു ന്യൂ സ്ക്വാഡ് ബിൽഡ് ചെയ്യാം. ഞാനിപ്പോ വരാം. 5 minutes later. Guys, it's not looking good. Okay, നമ്മളെ ടീമിന്റെ അവസ്ഥ നോക്കി. ഐ മീൻ, അറ്റാക്ക് ഈസ് ഓക്കെ. കാരണം 4 സ്പെഷ്യൽ പ്ലേയേഴ്സ് ഉണ്ട്. ഡിഫെൻസീവ് മിഡ്ഫീൽഡ് തൊട്ട് ഇതെന്ത് വാങ്ങാ? ഇവരെ വെച്ച് എങ്ങനെ ഞാൻ ജയിക്കുക? എടാ, തോറ്റ് കഴിഞ്ഞുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇതിന്ന് ആരെങ്കിലും ഒരാളെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. വെറുതെ റിലീസ് ചെയ്യേണ്ടി വരും. മാച്ച് അത്രയും ഊളായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയാ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നടത്താം, എക്സ്പെഷ്യലി ഡിഫെൻസില്. അല്ലെങ്കിൽ ഒരു ചാൻസും ഇല്ല എനിക്ക് കേട്ടോ. 0 ചാൻസ്. മറ്റേ 99% ഹോപ്പ്, 1% ചാൻസ്, അങ്ങനൊന്നുമില്ല. 0. ഇറ്റ്സ് ടൈം. നിങ്ങൾ ലാസ്റ്റ് കണ്ടപ്പോ ഞാൻ ഡിവിഷൻ 6 ഇപ്പൊ ഡിവിഷൻ 4 എന്നിട്ട് നമ്മൾ ഈ ടീമിനെ വെച്ച് കളിക്കുകയാണ്. ഓക്കെ, ഞാൻ കുറച്ച് പ്ലേയേഴ്സിന് മറ്റേ ലെവൽ പ്രോഗ്രഷനും മറ്റേ സാധനങ്ങളൊക്കെ കൊടുത്ത് റേറ്റിംഗ് ഒക്കെ കൂട്ടിയാണ്. പിന്നെ ഞാൻ പകുതിക്ക് വെച്ച് ആലോചിച്ചു, ഇവരെ റേറ്റിംഗ് കൂട്ടിയിട്ട് എന്തിനാ, എന്തായാലും ഞാൻ തോൽക്കും. അപ്പൊ ഞാൻ ഇവനെ കൂട്ടിയില്ല. ഓന്റെ ടീം എങ്ങനെയാവൂലേ? ഓ ഷിറ്റ്. ഓൻ അത്യാവശ്യത്തിന് നല്ലൊരു ടീമുണ്ട്. ഓക്കെ, നല്ലൊരു ടീമുണ്ട്. ഹാഫ് ടൈം ആവാതെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒന്നും നടത്താൻ പറ്റൂല കേട്ടോ. ഹാഫ് ടൈം ആവാൻ കാത്തിക്കാണ് ഞാൻ. അതുവരെ മാക്സിമം ഗോളൊന്നും കൺസീഡ് ചെയ്യാതെ അങ്ങനെ പിടിച്ചു നിൽക്കണം. എന്നിട്ട് ഡിഫെൻസിനാണ് മൊത്തത്തിലാണ് കയറ്റുക. അതാണ് എന്റെ പ്ലാൻ. നമ്മള് കൂൾ കാം കമ്പോസ്ഡ് ആയിട്ട് കളിക്കുള്ളൂ കേട്ടോ. ഓക്കെ, ആ പാസ് Guys, come on, bro. Are you serious? നിങ്ങൾ എന്നൊന്ന് ആലോചിക്ക്, ആ പാസിന് ഒരു പവർ ഇല്ല. Guys, ഇതൊന്ന് നോക്കി, അത്രയും സിമ്പിൾ. എന്തൊരു കഷ്ട
ഇട്ടാ നോക്കണേ. ഒരു തരത്തിലും ഒരു പ്രൊഫഷണൽ പ്ലെയർ മിസ്സാക്കാൻ പാടില്ലാത്ത പാസ്സാണത്. അത്ര എനിക്ക് പറയാനുള്ളൂ. എടാ കൊടുക്കടാ പാസ്. ഇതാണ് എനിക്ക് ഈ ഗെയിമിൽ പറ്റാത്തത്. ഞാൻ പാസ് കൊടുക്കാൻ ഒരു 5 വട്ടം പറഞ്ഞു, അത് കൊടുക്കരുത്. നല്ല തല മണ്ട. എടാ പാസ് കൊടുക്കടാ. ഇതെന്തത്? എന്റെ ഈ പൊന്നാര സപ്പക്കോസ്റ്റ എന്റെ വീട്ടിൽ കയറി ഞാൻ തല്ലിട്ടു. ഇത് 90 റേറ്റഡ് അല്ലേ ഒന്നുമില്ലെങ്കിൽ. Come on, man. We are still in, man. ഫസ്റ്റ് ഹാഫ് കയ്യണവരെ പിടിച്ചു നിന്നാ മതി നമ്മളിനി. Let's go. Let's go. മറ്റേ നീല കളർ വന്നില്ല ഷൂട്ടിന്. റഫറി പാർജീസ് നെല്ലം തൊടാതെ ഓടുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഓനെങ്കിൽ ഇഷ്ടായി. കിട്ടി കൊടുക്ക്. ഓ മൈ ഗോഡ്. മരുമോനെ എന്ത് കാട്ടിയത്? ഗ്രൂദ എടാ, അത്രയും പുറത്തേക്ക് എങ്ങനെ പോയത്? എനിക്കറിയാം നിങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ ഈ ചെങ്ങാനേക്കാൾ നന്നായി കളിക്കുന്നു. നാച്ചുറൽ ടാലന്റ്. ഓക്കെ, ഞാൻ ജനിച്ചത് ഇതിനാണ്, ടു ബിക്കം എ പ്രൊഫഷണൽ ഗെയിമർ. ഓ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇറക്കാണ്ടിനല്ലേ. I forgot game plan. Defense. ഫസ്റ്റ് ആ സപ്പക്കോസ്റ്റിനെ തട്ടണേ. ഓടിക്കും മോന്, ഓടിക്കും. നമുക്ക് ഇവന്റെ പകരം ബെക്കൻ ബൗർ ഇവനൊന്നും വലിയ കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ. നമ്മള് ടീമിനൊന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഇറക്കണമെന്നുള്ളൂ. പോസ്റ്റ് കൂർട്ടേനാണ് ഇറക്കല്ലേ. ലെഫ്റ്റ് ബാക്ക് ഒന്നും ഒരു മിസ്റ്റേക്കും വരുത്തിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് എനിക്ക് തോൽക്കാൻ വയ്യ. കാരണം ആദ്യമായിട്ടാണ് ഞാൻ നല്ല പ്ലേയേഴ്സിനൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. വെറുതെ റിലീസ് ചെയ്യാൻ താല്പര്യമില്ല. അയ്യോ, പണിപാളി. എടാ ഞാൻ തന്നെ എന്റെ പ്ലെയർ ടാക്കിൾ ചെയ്തറാ. അവസ്ഥ നോക്കണേ. അതിനാണ് എനിക്ക് ആരും കുറ്റം പറയാൻ പറ്റൂല. എന്റെ മാത്രം ഫാൾട്ടാ. ഞാൻ ബാക്കിലിട്ട് കളിക്കാൻ നോക്കി കൊളാക്കിയതാ. അര വാഴ. കൊടുക്ക് കൊടുക്കിനി. കണക്ഷൻ നോക്കി ഗൈസ്, കണക്ഷൻ നോക്കി. ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ ഇവിടെ? ഞാൻ എന്താ ചെയ്യാ? നിങ്ങൾ എന്നൊന്ന് പറയും. ഓ, തട്ടിമുട്ടി ഓന്റെ കാലുമൊക്കെ തന്നെ പോണത് വന്ന്. സീരിയസ്ലി എടാ, തട്ടിമുട്ടി ഓന്റെ മുന്നിക്ക് തന്നെ പോണതാ ബോളൊക്കെ. ഞാൻ എന്തിനാ? എടാ ഞാൻ റെഫറി അന്റെ അണ്ടി. ഇപ്പൊ ഞാൻ കളിക്കില്ലടോ. Messi, immens Messi, encara Messi. മുന്നിക്ക് വാടാ. Oh, we are still in. We are still there. It's okay. Calm. ഇതാരാ ഈ 11ാം നമ്പർ? ആരാ ചെങ്ങായി? ഒടുക്കത്തെ ഡ്രിബ്ലിങ്. കൊടുക്കേ ഇങ്ങോട്ട് ഉള്ളിക്ക്. Come on guys. പറയ്, ഇന്നെ പറ്റി പുകഴ്ത്തി പറയ്. ആ പാസിന് വേണ്ടി വെയിറ്റ് ചെയ്തതാണ്ടോ? ടോറസിന്റെ റണ്ണിന് വേണ്ടി.
I'm a pro. I am a natural talent, man. Baba, old. Yes. Habrá 4 minutos de descuento. Oh no, ഇവൻ കുറേ ടൈം എടുത്തറ മറ്റേ വൈലറ്റിൽ അടിക്കാന്. പോയില്ല. അടിക്ക്. നോ, സമനിലാവല്ലേ. പെനാൾട്ടി ഷൂട്ട് ഔട്ട് തരി. എടാ ഗൈസ്, നിങ്ങൾ ഇതിന്റെ പെർഫോമൻസ് കണ്ടോ? ഇവിടെ കണ്ടോ കണക്ഷൻ? ഇത് കണക്ഷന്റെ സംഭവം തോന്നുന്നുണ്ട് കേട്ടോ. മാച്ചിന്റെ എഡിയിൽ എനിക്ക് റെഡ് കണക്ഷനൊക്കെ ആയി. ആകെ ഊമ്പിന്ന് വിചാരിച്ച് എനിക്ക് ആരും ഇതാക്കണ്ട, ആരും മറ്റേ റിലീസ് ചെയ്യണ്ട. കം ഓൺ സസി അബിൻ, താങ്ക് മീ ലേറ്റർ മാൻ. എടാ ഇവരൊക്കെ നന്നായി കളിച്ചിട്ടോ. എനിക്ക് ബിസോമനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ആ ചില സമയത്തെ കണക്ഷൻ ഇഷ്യൂസ് ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ജയിച്ചിട്ടുണ്ടാവും കേട്ടോ. ഗൈസ്, അപ്പോ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ പാക്ക് ആൻഡ് പ്ലേ ഈ ഫുട്ബോൾ എഡിഷൻ. നമ്മള് റോഡ് ടു ഡിവിഷൻ 1 സ്ട്രീമിൽ നടത്തുനി. എനിക്ക് ടാലന്റ് ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ഇനി നിങ്ങളെ സപ്പോർട്ട് മാത്രം മതി. സ്ട്രീമൊക്കെ ആവുമ്പോ ഞാൻ പറയുന്നുണ്ട്. അത്രക്കുള്ളൂ. ബൈ.